നിങ്ങളിൽ എത്ര പേര് ഫ്ലോസ് അല്ലെങ്കിൽ ഫ്ലോസിങ് എന്ന് കേട്ടിട്ടുണ്ട്? എല്ലാവരും ബ്രഷിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. 2 നേരം നമ്മൾ നിർബന്ധമായിട്ടും ബ്രഷ് ചെയ്യണമെന്ന് എല്ലാ ഡെൻറ്റിസ്റ്റുമാരും പറയും. അല്ല, ഒട്ടുമുക്കാൽ ആൾക്കാരും 2 നേരം ബ്രഷ് ചെയ്യാറുമുണ്ട്. പക്ഷേ ഫ്ലോസ് അല്ലെങ്കിൽ ഫ്ലോസിങ് എത്ര പേർക്കറിയാം? ഈവൻ നമ്മൾ ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴും നമ്മുടെ പല്ലുകളുടെ ഇടയ്ക്കുള്ള ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ബ്രഷ് കൊണ്ട് പോകത്തില്ല. ആ തമ്മിലുള്ള ഗ്യാപ്പിൽ നിന്ന് ആ ഭക്ഷണത്തെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ഡെൻ്റൽ ഫ്ലോസ് ഉപയോഗിക്കണം. ആദ്യം നമുക്ക് ഒരു ഫ്ലോസ് ഉപയോഗിക്കുമ്പോൾ അത്ര എളുപ്പമല്ല. അത് ഫ്ലോസ് നമ്മളൊരു വണ്ടി ഓടിക്കുന്ന പോലെയാണ്. ആദ്യം നമുക്ക് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ ഇതെല്ലാം കൂടി ഇതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ ഒരു തോന്നലുണ്ടാകും. പക്ഷേ നമ്മൾ ശീലിച്ച് കഴിയുമ്പം നമുക്ക് അപ്പം സാഹചര്യം അനുസരിച്ച് നമ്മൾ ഗിയർ മാറ്റാനും ആക്സിലേറ്റർ കൊടുക്കാനും പറ്റുന്ന പോലെ തന്നെ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ഫ്ലോസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസം നമ്മൾ നമ്മുടെ മിററിൻ്റെ സഹായത്തോടുകൂടി ചെയ്യേണ്ടി വരും. 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ മാസം കൊണ്ട് നമ്മൾ അതിൽ എക്സ്പെർട്ട് ആവുകയും ചെയ്യും. നിർബന്ധമായിട്ടും ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴും നമ്മൾ ഫ്ലോസ് ചെയ്യാൻ മറക്കാതിരിക്കാനും ശ്രമിക്കുക.